യുഎസിനും ഇസ്രായേലിനുമെതിരെ ആക്രമണം ഘടിപ്പിച്ച ഇറാൻ 17ാം ഘട്ട വ്യോമാക്രമണം ആരംഭിച്ചതായി IRGC 40 മിസൈലുകൾ പുതുതായി വിക്ഷേപിച്ചതായും റിപ്പോർട്ട്. ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാത്രി ആരംഭിക്കും. അതേസമയം പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് എത്രയും വേഗം കുടുംബത്തോടൊപ്പം രാജ്യം വിടാൻ US നിർദ്ദേശം നൽകി. കറാച്ചിയിലും ലാഹോറിലുമുള്ള കോൺസുലേറ്റുകളിൽ ഇനി അടിയന്തര സേവനങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നും അറിയിച്ചു. വിവരങ്ങളുമായി മനു ഭരത് ആണ് ചേരുന്നത്. മനു, യുദ്ധം അവസാനിക്കുന്നില്ല, മറിച്ച് യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അഭിലാഷ്, യുദ്ധത്തിൻ്റെ മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ ഒരു സാഹചര്യം. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 1045 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇറാനിൽ മാത്രം എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ തെഹ്റാനിൽ ആശങ്ക വർദ്ധിക്കുന്നൊരു സാഹചര്യം. അവിടെ നേരത്തെ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയുടെ ചില ചടങ്ങുകൾ, മരണാനന്തര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള ചില പരിപാടികൾ മാറ്റിവെച്ചതായുള്ള വിവരം പുറത്തുവരുന്നു. ഖത്തർ ഇപ്പോൾ ഒരു പുതിയ പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നു. 10 ഡ്രോൺ ആക്രമണങ്ങൾ ഖത്തർ തടഞ്ഞു. 2 ക്രൂയിസ് മിസൈലുകളും ഇറാൻ ഖത്തറിലേക്ക് വിക്ഷേപിച്ചു. അതും ഫലപ്രദമായി തടയാൻ കഴിഞ്ഞതായി ഖത്തർ ഇപ്പോൾ വ്യക്തമാക്കുന്നു. UAE വ്യക്തമാക്കുന്നത് 3 മിസൈലുകൾ 121 ഡ്രോണുകളുടെ ആക്രമണമാണ് ഇന്ന് UAEക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. അത് തടയാനൊക്കെ UAEക്ക് കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു. തുർക്കിയെ ഇറാനിയൻ മിസൈലുകൾ തടഞ്ഞതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാഖ്, സിറിയയിലൂടെ ഒക്കെ വന്ന ഈ ഇറാനിയൻ മിസൈലുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുർക്കിയെ നൽകുന്നു. ഏതായാലും നാറ്റോ എയർ ഡിഫൻസ് സംവിധാനം ഇറാഖിനും സിറിയയ്ക്കും മുകളിലുള്ള ഒരു ഇറാനിയൻ മിസൈൽ തടഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ലെബനൻ മന്ത്രി 65,000-ഓളം ആളുകളെ ലെബനനിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചതിൻ്റെ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഒക്കെ അപ്പുറത്ത് ഏറ്റവും ആശങ്കകരമായിട്ടുള്ള മറ്റൊരു സാഹചര്യം ഉള്ളത് കടലിൽ 140 ആളുകളെ കാണാനില്ല എന്ന ഒരു വിവരം വരുന്നു. ഇറാനിയൻ നാവിക കപ്പൽ മുങ്ങിയിരിക്കുന്നു. അതിൽ 140 ആളുകളെ കാണാനില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. ശ്രീലങ്കൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ഈ കപ്പൽ മുങ്ങിയിട്ടുള്ളത് എന്ന വിവരങ്ങൾ വരുന്നു. കപ്പലിൽ 182 പേരുണ്ടായിരുന്നു. അതിൽ 32 പേരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്രീലങ്കൻ നേവി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ ആശങ്കയിലാണ്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. അത് വലിയ ആശങ്ക പരത്തുകയാണ്. ഏതായാലും വിദേശ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കപ്പൽ മുങ്ങാൻ, ഇറാനിയൻ നേവി ഷിപ്പ് മുങ്ങാനുള്ള കാരണം എന്ത് എന്നതിനെക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും കപ്പൽ ഇപ്പോൾ സമുദ്രതലത്തിൽ കാണാനില്ല, അപ്പോൾ മുങ്ങിയിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായി 140 ആളുകളെ കാണാനില്ല എന്നത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. ഒപ്പം ഈ ആയത്തുള്ള അൽ ഖംനേയിയുടെ മരണാനന്തര ചടങ്ങുകൾ ചിലത് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഒപ്പം മറ്റൊരു പ്രധാന കാര്യം, ഇനി ഇറാൻ്റെ സ്ഥിരം പരമോന്നത നേതാവിൻ്റെ തെരഞ്ഞെടുപ്പുകൾ ആണ്. ഏതായാലും മുസ്തഫ ഖംനേയി ഈ ആക്രമണങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മുസ്തഫ അൽ ഖമേനിയാണോ ഇനി അടുത്ത പരമോന്നത നേതാവ്? ആ ചോദ്യം അങ്ങനെ അവിടെ ഉയരുകയാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള അടിയന്തര സാഹചര്യം അവിടെ പരിശോധിക്കുന്നു. സ്ഥിരം പരമോന്നത നേതാവ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. നാറ്റോ സഖ്യസേന ഇവിടെ ഇറാനിയൻ മിസൈലുകൾ തടയുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. നാറ്റോ എയർ ഡിഫൻസാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത്. ടർക്കിഷ് എയർ സ്പേസിലൂടെ നീങ്ങുന്ന ഒരു ഇറാനിയൻ മിസൈലാണ് അവിടെ തടഞ്ഞിട്ടുള്ളത് എന്ന് നാറ്റോ വ്യക്തമാക്കുന്നു. അങ്ങനെ പശ്ചിമേഷ്യ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ തന്നെ കടന്നു പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പം മാത്രമല്ല, ഈ സൈപ്രസിൽ നിന്ന് ചില ആശങ്കകൾ പുറത്തു വരുന്നു. തെഹ്റാനിൽ ആക്രമണം തുടരുകയാണ്. തകർന്ന കെട്ടിടങ്ങളുടെയും അതുപോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യരുടെയും ദൃശ്യങ്ങൾ ടെഹ്റാനിൽ നിന്ന് വരുന്നു. വടക്കൻ ലെബനനിൽ
അവിടെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നതായുള്ള വിവരങ്ങൾ വരുന്നു. IDF അവിടെ വടക്കൻ ലെബണനിൽ ലിത്താനി നദിക്ക് സമീപത്ത് ആക്രമണം നടത്തിയതായി പറയുന്നു. അത് ഹെസ്ബുള്ളയുടെ താവളമാണ് എന്നതുകൊണ്ടാണ് ഈ ലിത്താനിയൻ നദിക്ക് സമാനമായ സമീപത്തുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ വടക്കൻ മേഖലകളിൽ, നദിയുടെ വടക്കൻ മേഖലകളിൽ ആക്രമണം നടത്തിയത് എന്ന് ഹെസ്ബുള്ള വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും സംഘർഷം സാധ്യതകൾ തുടരുകയാണ്. ഇതിൽ എങ്ങനെ ഇത് പര്യവസാനിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എവിടെയും നടക്കുന്നില്ല. ട്രംപ് ഇനി ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യം. ആക്രമണം തുടരുന്നു. ലോകം ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. തീർച്ചയായും അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ മനു, ഈ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്നു എന്നത് മാത്രവുമല്ല, ലോക വിപണികൾ വലിയ ഭയപ്പാടിൽ ആണ്. ലോകത്താകമനം സാമ്പത്തികമായി വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുവാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നു. അതിനിടെ നമുക്കറിയാമല്ലോ ഈ ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം സമുദ്ര കേന്ദ്രീകൃതമാകുന്ന സാഹചര്യം, നിരവധി കപ്പലുകളെ ലക്ഷ്യം വെക്കുന്ന സാഹചര്യം, അതിൽ തന്നെ ചരക്ക് കപ്പലുകൾക്ക് ഇപ്പോൾ തുടരാൻ പറ്റാത്തൊരു സാഹചര്യം. ഏറ്റവും ഒടുവിൽ ഇറാൻ നാവികസേനയുടെ IRS ഡന എന്ന യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ശ്രീലങ്കയുടെ തെക്കൻ ഭാഗത്തുള്ള ഗാലെ തീരത്തിന് സമീപം ആണ് ഈ ആക്രമണം എന്നും പറയുന്നു. ആ കപ്പൽ ഏതാണ്ട് പൂർണ്ണമായും മുങ്ങി എന്നും 180 നാവികരെയും 101 പേരെയും കാണാനില്ല എന്ന തരത്തിലൊക്കെയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു സ്വഭാവം ഈ സമുദ്രമേഖലയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ അത് എത്രത്തോളം വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത് മനു? അഭിലാഷ്, ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സാമ്പത്തിക രംഗം പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. ലണ്ടനിൽ FTSE 100 ഇൻഡെക്സ് 0.65% താഴേക്ക് വീഴുന്നു. ജർമ്മനിയിലെ, ഫ്രാൻസിലെ, ഏഷ്യൻ ഷെയർ മാർക്കറ്റുകൾ എല്ലാം മൂന്നാം ദിവസവും തുടർച്ചയായി താഴേക്ക് പതിക്കുന്നു. സൗത്ത് കൊറിയയിൽ, തായ്ലാൻഡിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഒരു താൽക്കാലികമായ നിർത്തിവെക്കലിലേക്ക് വരേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. അത് വീഴ്ച അവിടെ ഏതാണ്ട് 8% എത്തിയപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ നമ്മൾ ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ പാനിക് സെല്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു ഇടപെടൽ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി സൗത്ത് കൊറിയയിലും തായ്ലാൻഡിലും. എണ്ണവില ഇപ്പോഴും 1% വർദ്ധിച്ചു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുന്നത് $83 ആണ് ഒരു ബാരലിന് വില. സൗദി മിനിസ്ട്രിയാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല, അവിടെ ഡ്രോൺ അറ്റാക്ക് വരുന്നതിനെ സംബന്ധിച്ച് സൗദി മിനിസ്ട്രി വിവരങ്ങൾ നൽകുന്നു. ബ്രെന്റ് ക്രൂഡ് പ്രൈസ് 15% മാറിയിരിക്കുന്നു എന്ന വിവരങ്ങൾ. മൊത്തം ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 15% മാറ്റമാണ് വന്നിട്ടുള്ളത്. ഗ്യാസ് വിലകൾ നേരത്തെ തന്നെ ഉയർന്നു തുടങ്ങിയിരുന്നു. അത് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് ശേഷം അത് കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ സ്റ്റേറ്റ് റൺ ഖത്തർ എനർജി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഖത്തറിൻ്റെ LNG വന്നത്, ഈ കേന്ദ്രം എന്നത് ലോകത്തെ തന്നെ ഏറ്റവും അധികം LNG ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതുപോലെ ഗ്യാസ് 127 പെർ മിഡ് ഡേ ആയി ഉയരുന്നു. അതോടൊപ്പം തന്നെ പലയിടങ്ങളിൽ ഈ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടുകൂടി ലോകത്തിൻ്റെ 1/5 എണ്ണ ഗ്യാസ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടതിൻ്റെ വിവരങ്ങൾ വരുന്നു. UK-യുടെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെൻറ്ററും അവരുടെ കപ്പലുകൾ ഇങ്ങനെ തടസ്സപ്പെടുന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. അജ്ഞാതമായ ആക്രമണങ്ങൾ കപ്പലുകളിലേക്ക് വരുന്നതിൻ്റെ വിവരങ്ങൾ ഒക്കെ അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മൊത്തത്തിലുള്ള വിപണി നേരിടുന്ന വലിയ സാങ്കേതികമായ പ്രശ്നം. വിപണി വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നു. പലയിടങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി വരുന്നതിൻ്റെ സാധ്യതകൾ നമുക്ക് കാണാനും കഴിയും. അതേസമയം അഭിലാഷ് നേരത്തെ ചോദിച്ച ഈ ഇറാനിയൻ നാവിക കപ്പലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം, അവിടുന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 140 പേർ അവിടുന്ന് അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. 180 ആളുകളുമായി സഞ്ചരിച്ച കപ്പലാണ് മുങ്ങിയത്. കപ്പലിൻ്റെ ഒരു ഭാഗവും കടലിൻ്റെ മേൽത്തട്ടിലില്ല.
പൂർണ്ണമായും മുങ്ങി എന്ന വിവരങ്ങൾ വരുന്നു. 32 പേരെ മാത്രം സുരക്ഷിതരായി രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഇപ്പോൾ ശ്രീലങ്കൻ നാവികസേനയ്ക്ക് നൽകാൻ കഴിയുന്നത്. അപ്പോൾ ഈ കപ്പൽ ഏത് തരത്തിൽ എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി കൂടുതൽ വരേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് 101 പേരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന വിവരമാണ് ലഭിച്ചതെങ്കിൽ അത് 180 എന്ന് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. 180, അതിൽ 32 പേരാണ് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. 78ഓളം ആളുകൾ പരിക്കേറ്റതായ ഉള്ള വിവരങ്ങൾ ഈ രക്ഷപ്പെടുത്തിയ ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ആശങ്ക കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പടർത്തിക്കൊണ്ടാണ് ആക്രമണങ്ങൾ തുടരുന്നത് എന്ന ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. അതോടൊപ്പം സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആക്രമണം അവിടെ കേന്ദ്രങ്ങളിലേക്ക്, US കേന്ദ്രങ്ങളിലേക്ക് ഉണ്ട്. അതേസമയം പല വിമാന സർവീസുകളും പുനരാരംഭിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ശക്തമായി നടക്കുകയും ചെയ്യുന്നു. ഭാഗികമായെങ്കിലും സർവീസുകൾ പുനരാരംഭിക്കാത്ത പക്ഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ആഗോള അനിശ്ചിതത്വത്തിലേക്കും കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതുകൊണ്ട് ഈ സാഹചര്യം എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഈ വ്യോമയാന കമ്പനികളിൽ നടക്കുന്നു. സൗദിയിൽ ഒരു ഓയിൽ റിഫൈനറിക്ക് നേരെ ഒരു അറ്റാക്ക് നടന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. റാസ് തനൂറ ഓയിൽ റിഫൈനറിയിലാണ് അറ്റാക്ക് നടന്നത്. ഇത്തരം ആക്രമണങ്ങൾ എണ്ണ ഉൽപ്പാദനത്തെ വളരെ രൂക്ഷമായി ബാധിക്കും എന്നതാണ് സാറ്റലൈറ്റ് ഇമേജുകൾ വ്യക്തമാക്കുന്നത്. വളരെ രൂക്ഷമായ, വളരെ വിസ്തൃതമായ മേഖലയിലേക്കാണ് ആക്രമണം ഉണ്ടായത് എന്നതാണ്. തെഹ്റാൻ പുകയുന്നു. തെഹ്റാനിൽ തുടരെ ആക്രമണങ്ങൾ നടക്കുന്നു. ഏറ്റവും ആശങ്കാജനകമായത് ഈ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം, അത് ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷന് വഴിവെക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. നത്താൻസ് കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ ആക്രമണം നടന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആണവ ചോർച്ചയില്ല എന്നത് തൽക്കാലം ഒരു ആശ്വാസം പകരുമ്പോഴും തുടർ യുദ്ധമുണ്ടായാൽ ഇത് എങ്ങനെ ഉണ്ടാകും എന്നത്, എന്ത് നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ഏതായാലും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഡൊണാൾഡ് ട്രംപിനെയാണ് ഇതിൽ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നത്. ഒരു അനുരഞ്ജന ചർച്ചകൾക്ക് വരുന്നതിന് പകരം ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായ ബോംബിങ്ങിലാണ് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായ ബോംബിങ്ങിന് തയ്യാറാകുന്നു എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കുന്നു. ന്യൂക്ലിയർ നെഗോഷിയേഷൻ ചർച്ചകൾക്ക് നടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഈ അനുരഞ്ജനത്തിലൂടെയും ചർച്ചകളിലൂടെയും ഈ പ്രശ്നപരിഹാരത്തിന് സാധ്യമാക്കാനുള്ള വഴികൾ ആരായണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അതിനായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ ഉള്ള പ്രതികരണം തന്നെയാണ്, സമയം കഴിഞ്ഞു എന്ന പ്രതികരണം തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ ഇറാൻ തുടർച്ചയായി അമേരിക്ക നയതന്ത്ര ബന്ധങ്ങളെ വഞ്ചിച്ചു, അമേരിക്കക്കാരെ ട്രംപ് വഞ്ചിച്ചു തുടങ്ങിയ പ്രതികരണങ്ങൾ നടത്തി ലോകത്തെ അനാവശ്യമായ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് എന്ന ആക്ഷേപവും മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടു ഭാഗത്തു നിന്നും അതിശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ ഈ യുദ്ധം എവിടേക്ക് എന്ന സംശയം തന്നെയാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. അതിനിടെ വിമാനവാഹിനി അടക്കം ഇറാന്റെ 17 കപ്പലുകൾ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ടിരിക്കുന്ന അമേരിക്കയുടെ സൈനിക നടപടി കൂടുതൽ ഇറാൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകും എന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ്. 50,000-ഓളം സൈനികരെയും 200 യുദ്ധവിമാനങ്ങളുമാണ് സൈനിക നടപടിക്കായി അമേരിക്ക വിന്യസിച്ചിട്ടുള്ളത് എന്നും അമേരിക്ക വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഇടപെടൽ ഇല്ലാതാക്കാൻ അമേരിക്ക മേഖലയിൽ നേവിയുടെ സേവനം കൂടുതൽ സുസജ്ജമാക്കുകയാണ്. First, I'd like to express my deepest condolences to the families and teammates of the extraordinary Americans who've been killed in action. And I'd also like to extend our prayers for a speedy recovery to the wounded. Yesterday, you heard from Secretary Hegseth and the Chairman of the Joint Chiefs. Today, I'd like to give you an operational update on where we are and provide you with some key facts. By order of the President of the United States and the Secretary of War, our military in the Middle East is undertaking an unprecedented operation to
to eliminate Iran's ability to threaten Americans as they've been doing for nearly half a century. Having spent more than 36 years in the military, I could not be prouder of America's sons and daughters in uniform who are answering the call. More than 50,000 troops, 200 fighters, 2 aircraft carriers, and bombers from the United States are participating in this operation, and more capability is on the way. These forces bring a massive amount of firepower, representing the largest buildup by the U.S. in the Middle East in a generation. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.